ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ബിരിയാണിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസുകളായിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു വലിയ സ്പൂൺ 1 സ്പൂൺ തൈര്, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാല ചേർത്തെടുക്കുന്ന അതിൽ കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് തിരിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില ഇത്രയും കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇത് നല്ലതുപോലെ അരച്ച് എടുക്കണം. അതല്ല എങ്കിൽ എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം അരച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഏലക്ക, കറുവപ്പട്ട, അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചട്ടിയല്ല കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് നെയ്യ് ഒഴിക്കുന്നില്ല. നെയ്യ് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ കറുവപ്പട്ട, ഏലക്ക, തക്കോല അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് എരിവെന്ന് പറയുന്നത് പച്ചമുളകാണ്. അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത്. നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പോൾ എരിവുള്ള പച്ചമുളക് നോക്കി എടുക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുത്ത് വിസിലെല്ലാം പോയതിന് ശേഷം ഞാൻ ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡൊണ്ണ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.